ഈ താലി സത്യം. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല. നമ്മുടെ സ്നേഹത്തെ തകർക്കാൻ, നമ്മുടെ ബന്ധത്തെ വേർപിരിക്കാൻ ഒരു ഭീഷണിക്കും കഴിയേയില്ല. ഇത് സത്യം. എന്റെ ദേവിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. മോനെ, ഇന്നലെ അവിടെ സിദ്ധാർത്ഥൻ സാറ് മീരയുടെ അച്ഛനെ കാണാൻ പോകുമെന്ന് പറഞ്ഞത്? അതെ, ഒന്നും അറിഞ്ഞില്ല. അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാം നന്നായി അവസാനിച്ചാൽ മതിയായിരുന്നു. നിനക്ക് നന്ദനെ മറ്റോ വിളിക്കായിരുന്നില്ലേ? ഏയ്, അത് വേണ്ടമ്മേ. ഇതിപ്പോ അവരുടെ കുടുംബകാര്യമല്ലേ, അതന്വേഷിച്ച് വിളിക്കുന്നത് ശരിയല്ലല്ലോ. നന്ദൻ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ. എല്ലാം കലങ്ങി തെളിഞ്ഞിട്ട് വേണം എനിക്ക് സിദ്ധാർത്ഥൻ സാറിനെ കണ്ട് നിങ്ങളുടെ കാര്യമൊന്ന് പറയാൻ. നിന്റെ രചനയുടെയും കാര്യേ. വരട്ടെ അമ്മേ, ഞാൻ പറയാം. എന്നിട്ടമ്മ സംസാരിച്ചാൽ മതി. വേണ്ട വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. എനിക്കിനി ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ലടാ. വെഡിങ് ആനിവേഴ്സറി ദിവസം ഞങ്ങളുടെ കല്യാണക്കാരെ അവിടെ പറയാന്നല്ലേ സിദ്ധാർത്ഥൻ സാർ പറഞ്ഞിരിക്കുന്നത്. അതുവരെ കാക്ക. ആ, അപ്പോഴും പറഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ഇന്നലെ വരെ നീയും ദേവികയും വിവാഹിതരായെന്നറിഞ്ഞ മീര ആത്മഹത്യ ചെയ്യുന്നായിരുന്നു പേടി. ഇന്നിപ്പോ മീരയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുന്ന ഭീഷണി. ബലരാമ സാർ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് കാണണം. എനിക്കിത് കേട്ടിട്ടെ സത്യത്തിൽ ചിരിക്കാനാ തോന്നിയേ. പക്ഷെ അച്ഛനാകെ അപ്സെറ്റാ. അതോടെ ദേവിയും ചേച്ചിയും ഒക്കെ ഡൗണായി. അതെ, ഞാനൊരു കാര്യം പറയാം. സിദ്ധു അങ്കിള് ബലരാമൻ സാറിനോട് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. നീ എത്രയും പെട്ടെന്ന് സാറിനെ കാണണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്ത്. പക്ഷെ സിദ്ധാർത്ഥൻ സാർ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ വന്നിട്ട് ഇനിയിപ്പോ നന്ദൻ പറഞ്ഞ സാറിന് ദേഷ്യം കൂടുകയല്ലേ ഉള്ളൂ. കാര്യങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ ബലരാമൻ സാറ് കൊല്ലാതെ തന്നെ പല മരണങ്ങളും നടക്കും. സിദ്ധു, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, സിദ്ധുവിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സിദ്ധു വല്ലാതെ തകർന്നിരിക്കുന്നു. ഒരു വലിയ അസുഖത്തിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് കഷ്ടിച്ചു മടങ്ങി വന്നിട്ടേ ഉള്ളൂ. ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞതാ, മാനസിക സംഘർഷം ഉണ്ടാവാൻ പാടില്ല എന്ന്. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? എന്റെ ഭർത്താവിന്റെ ആരോഗ്യം എനിക്ക് പ്രധാനമാണ്. ആവശ്യമില്ലാതെ വിഷമിച്ച് ഓരോന്നും വരുത്തി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. സിദ്ധു ഇനി ഇവിടുത്തെ ഒരു കാര്യത്തിലും ഇടപെടരുത്. ഒക്കെ ഞാൻ നോക്കിക്കോളാം.
ടെൻഷൻ മുഴുവൻ ഞാൻ എടുത്തോളാം. സിദ്ധു കുറച്ചു ദിവസം സമാധാനമായിട്ട് വിശ്രമിക്കേ. എനിക്കറിയാം സിദ്ധു അത്രയും നല്ല മനസ്സുള്ള ഒരാളാ. അതുകൊണ്ടാ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്രയ്ക്കങ്ങ് ഉലഞ്ഞു പോകുന്നത്. ഇതാണോ പ്രഭ ചെറിയ കാര്യം? മകൻ താലികെട്ടി കൊണ്ടുവന്ന പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോൾ അവനോട് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടി വരുമെന്ന് പറയുക. ഇതിലും വലിയ ഗതികേട് ഒരു അച്ഛന് വരാനുണ്ടോ? എന്റെ സിദ്ധു, ഇത് കുഴപ്പം പിടിച്ച കാര്യമായിട്ട് സിദ്ധു കാണുന്നത് കൊണ്ടാ ഗതികേടെന്നൊക്കെ പറയുന്നത്. ഇതിനെ പോസിറ്റീവായിട്ട് കാണ്. ദേവികയെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് അയക്കാനും നന്ദനെ കൊണ്ട് മീരയെ വിവാഹം ചെയ്യിക്കാനുമായുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടാ പോരെ? അതെങ്ങനാ പ്രഭ? അവന്റെ ഭാര്യയല്ലേ ദേവിക? സിദ്ധു, നമ്മൾ തമ്മിൽ ഇനിയും വഴക്കുണ്ടാക്കണ്ട. നേരത്തെ സിദ്ധു എന്നെ തല്ലിയപ്പോ പോലും ഞാൻ ചിരിച്ചുകൊണ്ടത് സഹിച്ചതേ എനിക്ക് സിദ്ധുവിനെ അത്ര ഇഷ്ടമായതുകൊണ്ടാ. വലിയ ആദർശവാന്മാരായാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഒരു ചെറിയ കളങ്കമോ അപവാദമോ ആരോപണമോ മതി, അവര് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഇമേജ് മൊത്തം അങ്ങ് പോവും. അവര് തകർന്നു പോവും, കിടപ്പിലാവും. ഇപ്പൊ മീരയുടെ പ്രശ്നം ഒരു വാർത്തയായിട്ട് മീഡിയയിൽ വരട്ടെ. സിദ്ധുവിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബലരാമനെ കണ്ടില്ലേ? ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. സിദ്ധുവിനെ പോലെ അങ്ങനെ വന്നാൽ എങ്ങനെ, ഇങ്ങനെയായാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആലോചനയും സമയം കളയലും ഒന്നുമില്ല. ഒറ്റ തീരുമാനം: മകളെ നന്ദൻ വിവാഹം ചെയ്തില്ലെങ്കിൽ നന്ദനെ വച്ചേക്കില്ലെന്നു. ഒറ്റ തീരുമാനമെടുക്കാനുള്ള ഉറച്ച മനസ്സ് അങ്ങനെ വേണം സിദ്ധു. ദേവികയെ നമുക്ക് തിരിച്ചയക്കാം. ഇനിയും ദേവിക ഇവിടെ നിർത്തുന്നത് ശരിയല്ല. പറഞ്ഞു വിടണം. ദേവിക എവിടെ അയക്കണമെന്ന് അമ്മ പറയുന്നത്? ഞങ്ങള് തമ്മിൽ സംസാരിക്കുക. നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. അത് കൊള്ളാം. ഇത് എന്റെയും കൂടി വീടല്ലേ? ക്ഷണിച്ചിട്ട് വേണോ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് വരാൻ? അമ്മ പറ, ദേവിക എങ്ങോട്ട് അയക്കുന്ന കാര്യോ അച്ഛനോട് പറഞ്ഞേ. എന്താ അച്ഛ കാര്യം? ദേവിയെ തിരിച്ച് വീട്ടിൽ അയക്കുന്നതിനെ കുറിച്ചാ പ്രഭ പറയുന്നത്. നടക്കില്ലമ്മേ. എന്താടി പറഞ്ഞത്? നടക്കില്ലാന്ന്. അങ്ങനങ്ങ് ഉറപ്പിച്ച് പറയാതെ. നടക്കേണ്ട കാര്യങ്ങൾ നടന്നേ തീരൂ. ഞാനെടുക്കുന്ന തീരുമാനങ്ങളല്ലേ മുടക്കാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കുന്നത്. ഈ തീരുമാനം എടുത്തേക്കുന്നതേ ബലരാമനാ. അതിന് ബലരാമൻ അങ്കിള് തീരുമാനം എടുത്താ മാറ്റാൻ പാടില്ലെന്ന് ഭരണഘടനയിലുണ്ടോ? അച്ഛ, നമുക്ക് രണ്ടാൾക്കും കൂടി അങ്കിളിനെ പോയി കാണാം. ഞാൻ സംസാരിക്കാം അങ്കിളിനോട്. രജനി, നീ ചെല്ലും. ഇല്ല, അച്ഛനെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. മോള് ചെല്ല്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ദേവിക അവളെവിടെയാ മോളെ? അകത്തുണ്ട്. അമ്മേ, ദേവിക ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് അമ്മ വിചാരിക്കണ്ട. ഞാൻ എനിക്ക് വേണ്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ദേവികയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. സിദ്ധുവാ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം.
ദേവി എന്താ ഇവിടെ ഇരിക്കുന്നെ? ഒന്നുമില്ല ചേച്ചി, വെറുതെ ഇവിടങ്ങി ഇരിക്കാന്ന് വിചാരിച്ചു. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവി. 2 ദിവസം മനസ്സിന് നല്ല ധൈര്യമായിരിക്കും. അത് കഴിയുമ്പോ 5 ദിവസം ആകെ അങ്ങ് നിരാശയാവും. പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല ചേച്ചി. ഞാൻ കരുതിയത് ഇവിടെ അച്ഛൻ ബലരാമനങ്ങളോട് പറഞ്ഞ് മീരയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുമെന്ന. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ പോയി. ആ പ്രതീക്ഷ മാത്രമല്ല, എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോകുന്ന പോലെ ചിലപ്പോഴൊക്കെ തോന്നുന്നേ. വിഷമിക്കാതെ ദേവി, നീ നന്ദനും ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം നിനക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ബലരാമൻ അങ്കിളും മീരയും ഇവിടെ അമ്മയൊക്കെ ചേർന്ന് എന്തൊക്കെ തീരുമാനിച്ചാൽ എന്താ? നിന്നെ നന്ദനല്ലേ ആദ്യം പിരിക്കേണ്ടേ? അതിനുശേഷമല്ലേ അവരുടെ തീരുമാനം നടപ്പാക്കാൻ പറ്റൂ. കാര്യങ്ങൾ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്നെ നന്ദുവിനെയും പിരിക്കാനും അവർക്ക് സാധിക്കുമെന്ന് തന്നെയാ ചേച്ചി തോന്നുന്നേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ മോളെ. ഞാൻ സത്യമായിട്ട് പറയാ ചേച്ചി, വേണമെന്ന് വെച്ചാ എന്നെ നന്ദുവിനെ അവർക്ക് രണ്ടാക്കുക തന്നെ ചെയ്യാം. ഇവിടെ അച്ഛൻ ഒരു MLA, ശക്തനായ MLA. കുടുംബത്തിലും അച്ഛന്റെ വാക്കിന് ശക്തിയുണ്ട്. പക്ഷെ അച്ഛൻ വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതല്ല ചേച്ചി. അച്ഛൻ പാവ, എനിക്ക് നന്ദുവിന് വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അച്ഛന്റെ തീരുമാനങ്ങളൊന്നും നടപ്പാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ മോളെ, അച്ഛൻ അങ്ങനെ തോറ്റു കൊടുക്കുന്ന ആളല്ല. അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ച് ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കുക തന്നെ ചെയ്യും. അതെനിക്കറിയാം ചേച്ചി. അച്ഛന്റെ ഒരു ശക്തിയിൽ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. അതെ മോളെ, അവസാനം വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ഹലോ അങ്കിളെ. മീര മോളോ? ഡ്യൂട്ടി കഴിഞ്ഞ് പോവല്ലേ? അതെ മോളെ. എന്നാലേ നടന്നു പോണ്ട, ഞാൻ കാറി കൊണ്ടാക്കാം. വന്നേ, കാറി കയറിക്കേ. വേണ്ട മോളെ, ഞാൻ നടന്നു പോയിക്കോളാം. പറ്റില്ല, അങ്കിള് കാറി കയറ്. മോളിങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്ന തന്നെ വലിയ സന്തോഷം. സ്നേഹത്തോടെ പറയല്ലേ, വന്ന് കാറി കയറങ്കിളെ. വേണ്ട മോളെ, ഞാൻ അങ്ങ് നടന്നു പോയിക്കോളാം. ഉറപ്പ്? ആ, ഉറപ്പ്. എങ്കിലൊക്കെ. അല്ല മോളെ, 2 ദിവസം മുമ്പ് മോൾ കുറച്ച് വിഷമത്തിലും ദേഷ്യത്തിലും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പതേ നല്ല സന്തോഷത്തിലും. ഞാൻ അങ്ങനെ അങ്കിളെ, പെട്ടെന്ന് സന്തോഷം വരും, അതേപോലെ തന്നെ സങ്കടവും. ഇതിപ്പോ ഈ സന്തോഷത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ മോളെ? ചന്ദ്രത്ത് ഉടനെ ഒരു കല്യാണം നടക്കാൻ പോവാ. ആരുടെ കല്യാണം മോളെ? വരന്റെ പേര് ഞാൻ പറയാം, മിസ്റ്റർ നന്ദൻ. നന്ദനും ദേവികയും തമ്മിലുള്ള കല്യാണമാണോ ഉദ്ദേശിക്കുന്നത്? അവരെ ഒരുമിച്ച് കണ്ടതുകൊണ്ട് കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഹലോ. അല്ല, ആ വിവാഹം അത് നടന്നു കഴിഞ്ഞതാണല്ലോ. അത് താലികെട്ട് മാത്രമായിരുന്നില്ലേ, ബന്ധുക്കളാരും ഉണ്ടായിരുന്നില്ലല്ലോ. അത് നേരാ. ഇതിപ്പോ ഗംഭീര ആഘോഷമായിട്ട് നമുക്ക് നടത്തണം, വേണ്ടേ? ആ, വേണം വേണം. അതാണ്, നമുക്ക് പൊളിക്കാങ്കളെ. എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ അത്. അപ്പൊ അങ്കളെ ഓക്കെ,
ഞാൻ വീട്ടിലെത്തിക്കണ്ടല്ലോ? വേണ്ടെന്നേ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ആ ശരി മോളെ. ബൈ. ബൈ. ആ കൊച്ചു നന്ദന്റെയും ദേവികയുടെയും കാര്യമാണോ പറഞ്ഞത്? നന്ദന്റെയും ദേവികയുടെയും വിവാഹത്തിന് പ്രഭാവതി സമ്മതിക്കൂ? ഹലോ ദേവി, നന്ദു എവിടെയാ? മുരളിയുടെ വീട്ടിലാ. ഒന്ന് പെട്ടെന്ന് വരൂ നന്ദു. എന്താ ദേവി? ഒറ്റയ്ക്കിരിക്കുമ്പോ ഓരോ ചിന്തകൾ വന്ന് കേറാ നന്ദു. ഈ വീട്ടില് എന്തൊക്കെയോ പുകഞ്ഞുകൊണ്ടിരിക്കാന്നുള്ളൊരു തോന്നല ഇപ്പൊ സദാസമയവും എന്റെ മനസ്സില്. എന്ത് പുകയുന്നു? നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടായിരുന്നാ മതി. അല്ല നന്ദു, ഞാൻ സത്യം പറയുന്നേ. ഞാൻ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങള് എനിക്ക് ചുറ്റും നടക്കുന്നത് പോലെ. ബലരാമനങ്ങള് വന്നിട്ട് പോയത് മുതലാ ആ തോന്നല് കൂടിയത്. അതിനുശേഷം ഇവിടെ അച്ഛന്റെ മുഖത്തൊരു പ്രസന്നത കാണുന്നില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ നന്ദു? കുഴപ്പോ? എന്റെ ദേവി, ഞാൻ ദേ അങ്ങോട്ട് വരാം. നീ ആവശ്യമില്ലാത്ത രീതിയിൽ ഒന്നും ചിന്തിക്കാതെ. ഞാനില്ല നിന്റെ കൂടെ. അതെനിക്കറിയാം. ലോകത്ത് അതിനപ്പുറം എനിക്ക് വേറൊരു ധൈര്യവും വേണ്ട. എന്നെ ചേർത്ത് പിടിച്ച് നന്ദു എന്റെ കൂടെ ഉണ്ടാവുമെന്നും ഇനി എന്തൊക്കെ സംഭവിച്ചാലും കൈവിട്ട് കളയില്ലെന്നും അറിയാം. പക്ഷെ ചില സമയത്ത് പെട്ടെന്നൊരു പേടി അങ്ങ് വരും. ഇപ്പൊ തന്നെ മീരയെ കാണുമ്പോ മുൻപൊന്നുമില്ലാത്തൊരു ഭയവും എനിക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മടങ്ങി വന്ന മീരയെ കാണുമ്പോ പുതിയ മീരയായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ ഉറപ്പിച്ചിട്ട് തിരികെ വന്നൊരാളിനെ പോലെ തോന്നുന്നത്. നമ്മളെ ഒരുമിച്ച് കണ്ടിട്ടും അവക്ക് യാതൊരു പ്രശ്നമില്ലാത്ത പോലെയാ ഇപ്പൊ പെരുമാറുന്നത്. അതാ എന്നെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. എന്റെ പൊന്നു ദേവി, ദേ ഈ മീരെ പോലെ 1000 മീരമാര് ശ്രമിച്ചാൽ പോലും നന്ദനെ ദേവിയും വേർപിരിക്കാൻ കഴിയില്ല. പിരിയുന്ന പോട്ടെ, നമ്മുടെ സ്നേഹത്തിന്ന് ഉലയ്ക്കാൻ പോലും പറ്റില്ല, തൊടാൻ പോലും കഴിയില്ല. ആദ്യം കണ്ടത് മുതല് ഇന്ന് എത്തി നിൽക്കുന്നതുവരെ നമ്മൾ എന്തുമാത്രം പ്രശ്നങ്ങൾ നേരിട്ടു, എന്തുമാത്രം പ്രതിസന്ധികൾ മറികടന്നു ഇല്ലേ? ഇനിയും തടസ്സങ്ങൾ വരും. മീരമാരും പ്രഭാവതിമാരും ഒക്കെ കടന്നു വരും ജീവിതത്തില്. വന്നോട്ടെ. നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്നവര് സ്വയം തോറ്റുപോകുകയുള്ളൂ ദേവി. ദേവി കേൾക്കുന്നുണ്ടോ? ഞാനങ്ങനെ കേട്ട് എന്നെ തന്നെ മറന്നു നിൽക്ക. നന്ദുന്റെ വാക്കുകൾ കേൾക്കുമ്പോ ഒരു വലിയ ധൈര്യം കിട്ടും. കുറച്ചു കഴിയുമ്പോ ആ ധൈര്യം അങ്ങ് പോവുകയും ചെയ്യും അല്ലേ? ഞാൻ വൈകാതെ അങ്ങ് എത്തിക്കോളാം. എനിക്ക് മുരളിയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ എത്തിക്കോളാം. ഇനിയും ഓരോന്ന് ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇന്നത്തെ വിഷമം മാറ്റാനുള്ള മരുന്ന് നന്ദുന്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയല്ലോ. ശരി നന്ദു. ഏയ് വെക്കാൻ വരട്ടെ. എന്താ നന്ദു? എന്താ? ഒരു ഉമ്മ തരുമോ? അയ്യേ, ഇപ്പോഴോ? എന്താ നന്ദു? മര്യാദയ്ക്ക് ഉമ്മ തരുന്നുണ്ടോ? അവിടെ അടുത്താരും ഇല്ലല്ലോ അല്ലേ? ഏയ് ഇവിടെ ആരുമില്ല. പിന്നെ വാങ്ങിയത് മടക്കി തരണം. ശരി നന്ദു. ഓക്കെ. എന്റെ വിഷമമൊക്കെ കുറച്ച് കുറഞ്ഞു. വേഗം വരണേ. വരാം.
ആരോടെ വിളിച്ച്? ദേവിക? ആ ആ അവൾ ആകെ പേടിച്ചിരിക്കാൻ. ബലരാമനങ്ങളുടെ തീരുമാനവും പിന്നെ മീരയുടെ പ്രശ്നങ്ങൾ, കല്യാണക്കാര്യം ഒക്കെ കൂടി അവൾ ആകെ സമനില തെറ്റിയ പോലെ നിൽക്കുക. എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടേടാ. അവൾ ആകെ വിഷമിച്ചിരിക്കുക. എന്നാ നീ ചെല്ല്, നമുക്ക് നാളെ രാവിലെ കാണാം. ശരി. ശരി, ആയിക്കോട്ടെ. ആന്റി, എനിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ സിദ്ധു അങ്കിളിനെ കണ്ടു കഴിഞ്ഞ് എന്നെ വിളിച്ചതോടെ ഒക്കെ മനസ്സിൽ നിന്ന് പോയി. നന്ദന്റെ മണവാട്ടിയാവാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു ആന്റി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.